ഞാൻ ഉഷാകുമാരി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ജില്ലാ പഞ്ചായത്ത് മെമ്പറായും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും പൊതുരംഗത്തുള്ള ഒരാളാണ്. ഈ നിലവിലെ അധികാര വികേന്ദ്രീകൃത സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് 96 മുതൽ 95-96 കാലഘട്ടം മുതൽ പ്രവർത്തന രംഗത്തുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഉദ്യോഗസ്ഥ സംവിധാനം കൂടി വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ഒരാൾ. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തുകളിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരവും അതുപോലെ തന്നെ പണവും ഉദ്യോഗസ്ഥ സംവിധാനത്തെയും കൈമാറിയപ്പോൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് സേവനം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ ആക്കം കൂട്ടണം എന്ന തരത്തിലാണ് അധികാര വികേന്ദ്രീകരണത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി തന്നെ പഞ്ചായത്തിന് കൈമാറിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഗ്രാമവികസന വകുപ്പിലെ വിഒമാരെന്ന് നമുക്കറിയാം. വിഒമാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ പേഴ്സണൽ അറിവ് വെച്ച്, ഞാൻ 87-ലാണെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം, അന്ന് വിഒ എന്നല്ല പറയുക, ഗ്രാമസേവകൻ അല്ലെങ്കിൽ ഗ്രാമസേവിക എന്നാണ് പറയുക. PSC മുഖേന ആ ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് അതിനെ സംബന്ധിച്ച് പഠിച്ച് ആ പരീക്ഷ എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പം അതിൻ്റെ അറിവ് വെച്ചിട്ട് എനിക്കറിയാം, ഗ്രാമസേവിക അല്ലെങ്കിൽ ഗ്രാമസേവകൻ എന്ന് പറയുമ്പോൾ ഇന്ന് വിഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഗ്രാമവികസന വകുപ്പിൻ്റെ ജീവനക്കാരി എന്ന നിലയ്ക്ക് ഏറ്റവും ഉത്തരവാദിത്തമുള്ള, താഴെത്തട്ടിൽ ഏറ്റവും ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ജനങ്ങൾക്ക് ഏറ്റവും സേവനം ലഭ്യമാകുന്ന ഒരു വിഭാഗമാണ് എന്ന് നമുക്കറിയാം. 95 മുതൽ ആ രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നപ്പോൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലക്കൊക്കെ മാറിയപ്പോൾ ഇവരുടെ സേവനങ്ങൾ അടുത്തറിയാൻ അവസരം ലഭിച്ച ഒരാളുമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു ഗ്രാമപഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ പെൻഷൻ പദ്ധതികൾ, അതുപോലെ തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. സദാസമയവും എന്താ പറയുക, 10 to 5 ഒരു ഓഫീസ് ടൈം എങ്കിൽ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നത് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പാണ്. ഗ്രാമപഞ്ചായത്തിലേക്ക് പെൻഷൻ അപേക്ഷകൾ വന്നിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ പരിശോധന നടത്തേണ്ടത്, അവരുടെ ഫീൽഡിൽ പോയി പരിശോധന നടത്തുക, അതിന് നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയ പ്രകാരം അയാൾ അർഹനാണോ എന്ന് പരിശോധിക്കേണ്ടത് ഗ്രാമസേവകനാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ നേരത്തെ IAY വീടും PMAY വീടും ഒക്കെ ആണെങ്കിൽ ഇന്ന് ലൈഫ് മിഷൻ അടക്കമുള്ള വീടുകളുടെ എല്ലാ ഘട്ടത്തിലും അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് മുതൽ, അതിൻ്റെ പരിശോധന നടക്കുന്നത് മുതൽ, അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് പഞ്ചായത്തുകൾ വീട് കൊടുക്കുമ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് വെക്കുന്നത് തൊട്ട് അതിൻ്റെ പേപ്പറുകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കൽ, അവളെ സൈറ്റ് പരിശോധിക്കൽ, അതിൻ്റെ എഗ്രിമെൻ്റ് വെക്കുന്നത് മുതലുള്ള ആ വീട് നിർമ്മാണം പൂർത്തിയാവുന്നത് വരെയുള്ള ഘട്ടത്തിൽ അതിൻ്റെ പണം കൊടുക്കുന്നത്, സ്റ്റേജ് സർട്ടിഫിക്കറ്റുകൾ സ്റ്റേജ് പരിശോധിക്കുന്നത്, അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. അതോടൊപ്പം പഞ്ചായത്ത് കൊടുക്കുന്ന ഒരുപാട് പ്രവർത്തനം, ഇപ്പോൾ ഹരിതകർമ്മ സേന പഞ്ചായത്ത് നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ്. ആ ഹരിതകർമ്മ സേനയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയല്ല, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിശോധിക്കുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് വിഒമാരാണ്. അങ്ങനെ പഞ്ചായത്തിൽ സദാസമയവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഈ ബാഹുല്യവും അതുപോലെ തന്നെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിയൊക്കെ എത്രമാത്രം മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇന്നും എനിക്കും സംശയമുണ്ട്. കാരണം അത്രയ്ക്കും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംഘർഷമുള്ള, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ എന്ന് നമുക്കറിയാം. അവരുടെ ഉത്തരവാദിത്തങ്ങൾ
നേരത്തെ ഗ്രാമവികസന വകുപ്പിൻ്റേതായതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് അവരുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു പോകുന്നത് എന്ന് നമുക്കറിയാം. പഞ്ചായത്തിൽ അവരുടെ സദാസമയവുമുള്ള പ്രവർത്തനങ്ങൾ എന്താ പറയുക, ഒരു പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ല എന്ന് നമുക്കറിയാം. ഒരു പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക പ്രവർത്തനങ്ങളുടെ പ്രയാസവും അതുപോലെ തന്നെ അതിൻ്റെ വ്യാപ്തിയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലായി, 25 വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിവും പ്രായോഗികമായിട്ടും അതുപോലെ തന്നെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെയുള്ള അറിവും ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു ഉത്തരവുണ്ട്. ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ അറ്റൻഡൻസ് ഗ്രാമപഞ്ചായത്തിൽ രാവിലെ അറ്റൻഡൻസ് വേണം. അതുപോലെ തന്നെ അവിടെ മുഴുവൻ സമയം അവരുടെ അറ്റൻഡൻസ് അടക്കമുള്ള മറ്റു കാര്യങ്ങൾ വേണം. എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിൽ. ഇതൊരു എന്താ പറയുക വൈരുദ്ധ്യം നിറഞ്ഞതാണ്. 2 സ്ഥലത്ത് ഒരേ സമയം ഇവരെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ വ്യാപിപ്പിച്ച് കിടക്കുന്നതും ഇവരുടെ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതും എന്ന് പറയുന്നത് വലിയ പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം ഉത്തരവുകൾ നടപ്പാക്കുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ഇവരുടെ ജോലിയുടെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട്, ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഇത് എന്താ പറയുക നേരത്തെ വകുപ്പ് ഏകോപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയപ്പെടുമ്പോഴും കൃത്യമായി പഠിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലിയും അയാളുടെ പ്രവർത്തന പരിധിയും അയാളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പഠനവിധേയമാക്കിക്കൊണ്ട് വേണം ഇത്തരം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഉത്തരവുകളടക്കം നടപ്പാക്കാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പൊതുരംഗത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവരുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി സൂചിപ്പിച്ചാൽ നമുക്ക് ഞാനിവിടെ പറഞ്ഞതുപോലത്തെ പെൻഷനും അതുപോലെ തന്നെ വീട് നിർമ്മാണവും അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 5-8 വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഭവന പദ്ധതി മാത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ്, ഭവനരഹിതരായ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്കാണ് കേരളത്തിൽ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് വീട് കൊടുത്തിട്ടുള്ളത്. SC/ST മേഖല ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം. അപ്പം ഈ ലക്ഷക്കണക്കിന് വരുന്ന വീടുകളുടെ എല്ലാ മേഖലയിലെ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലക്ക് ഒരു വീട് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ചെറുതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വീട് ഇവിടെ പൂർത്തിയായി ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് വരുന്ന ഏതാണ്ട് 2000-ത്തിലധികം VOമാർ ഈ കേരളത്തിനകത്ത് 2500-നടുത്ത് VOമാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കൃത്യമായി പറഞ്ഞാൽ ഇത്രയും VOമാർ 2000-ത്തിലധികം VOമാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പ്രവർത്തനങ്ങളിലെല്ലാം അവരേർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനവും അവരുടെ ജോലിഭാരവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ 2 തട്ടിലായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് രീതി എന്ന നിലയ്ക്ക് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസ് ഇപ്പോൾ ഇനി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ അറ്റൻഡൻസ് ഒപ്പിടണം എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിയുമോ എന്നതുള്ള പ്രയാസമുണ്ട്. കാരണം ഒരു പെൻഷൻ അപേക്ഷ കിട്ടിയാൽ ചിലപ്പോൾ ആ VOയ്ക്ക് ഒന്നുകിൽ അയാളുടെ ജോലി സമയത്തിന് ശേഷം അല്ലെങ്കിൽ ജോലി സമയത്തിന് മുമ്പ് അവിടെ പോയി ആ ആളുകളെ കണ്ട് അവരുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്ന രീതിയുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു പണിയാണ്. കാരണം അതിലെന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട VO ആണ് അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണ സമയത്തിന് മുമ്പും പിമ്പും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ സിസ്റ്റത്തിന് വന്നിട്ടുള്ള പോരായ്മ, എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഉത്തരവുകൾ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കൃത്യമായിട്ടും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് പഞ്ചായത്തിൽ
എന്താ പറയുക, നിലവിലെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ സംവിധാനം പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ ആ സിസ്റ്റത്തെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് കഴിയുക എന്നാണ് എൻ്റെ അഭിപ്രായം. ആ രീതിയിൽ ഒരു പഠന വിധേയമാക്കണം ഈ വിഷയം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ പഠന വിധേയമാക്കിക്കൊണ്ട് ഇതിന് പുനഃക്രമീകരണങ്ങൾ, ഈ നിലവിലെ ഉത്തരവിന് പുനഃക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് വലിയ പ്രയാസമില്ലാത്ത വിധത്തിൽ ഈ സിസ്റ്റത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഫലപ്രദമായി കൊണ്ടുപോകുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി പ്രവർത്തനം നിർവഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.